തഗിൻ്റെ ക്രൂ മെമ്പേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത്. ഹലോ. തഗ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അഗെയിൻ ഫാമിലി എൻ്റർ കൂടിയാണത്. എങ്ങനെയാണ് ഈ തഗ് എന്നുള്ളൊരു നെയിം വന്നത്? പൊതുവെ ധ്യാനിന്റെ പടം കണ്ടതുകൊണ്ടും തഗ് എന്നുള്ള പേര് കണ്ടതുകൊണ്ടും ധ്യാൻ ചേട്ടൻ അടിക്കുന്ന തഗ് എന്നുള്ള ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തഗിന് വേറൊരു മീനിങ് ഉണ്ട്. ഈ സിനിമയിൽ ഞാൻ ധ്യാൻ ചേട്ടന്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിന്റെ നെയിം എന്ന് പറയുന്നത് വൃന്ദ എന്നാണ്. ആക്ച്വലി ഇതിനകത്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. ധ്യാൻ ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ധ്യാൻ ചേട്ടൻ അടിപൊളിയാണ്. ബേസിക്കലി ആള് നല്ലൊരു ആക്ടറാണ്. കാരണം നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളെ ധ്യാൻ ചേട്ടനെ വേണ്ട പോലെ യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും അത്യാവശ്യം നല്ല. അതെ, ആ ഒരു ഇതുവരെ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ധ്യാനെ അല്ല തഗ്ഗില് കാണാൻ. ഉജ്ജ്വലൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ ഇനീഷ്യലി ഉജ്ജ്വലനാണ് സ്റ്റാർട്ട്. ഉജ്ജ്വലൻ ആദ്യം ചെയ്തപ്പോൾ ഉജ്ജ്വലനിൽ ചെയ്യുമ്പോൾ അതിന് മുൻപും ധ്യാൻ ചേട്ടൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അന്ന് കാണുമ്പോഴും ധ്യാൻ ചേട്ടൻ നീ ഇവിടെയും വന്നോ എന്നാ ചോദിച്ചു. മൂവി സെറ്റില് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആൾ അങ്ങനെ തഗ്ഗായി മാറാറുണ്ട്. പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറിനൊക്കെ ഉള്ളത് അടിച്ചിട്ടാണ് പോകാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഓരോ തവണ. ഇപ്പൊ എന്റെ അടുത്ത ഫാമിലി ഫ്രണ്ട് ഒരാള് സിനിമ ചെയ്തപ്പോ ഞാൻ അറിഞ്ഞില്ല. കാസ്റ്റിംഗ് കഴിഞ്ഞു. ഹായ്, ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഇറ്റ്സ് മൈ നിമിഷ. ഇന്ന് തഗ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി തഗിൻ്റെ ക്രൂ മെമ്പേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത്. ഹലോ, വെൽക്കം ടു ദി ഷോ. ഹലോ, നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ജാനറാണെന്ന് മനസ്സിലായി. എന്നാൽ ഫസ്റ്റ് സാദിഖ് ചേച്ചി മൂവിനെ കുറിച്ച്. തഗ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അഗെയിൻ ഫാമിലി എൻ്റർ കൂടിയാണത്. ഒരു ക്രൈം നടക്കുന്നു, അതിൻ്റെ ഒരു കേസ്, അതിൻ്റെ തുടക്കം അതെങ്ങനെ അവസാനിക്കുന്നു. യൂഷ്വലി നമ്മുടെ ഒരു ക്രൈം ജോണേഴ്സ് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ പോകുന്ന അത്യാവശ്യം സസ്പെൻസും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സിനിമ. അതിൻ്റെ കൂടെ തന്നെ ഓരോ ആൾക്കാരുടെയും ഫാമിലീസ് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ദേവ് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്, CI പരലോകം എന്ന് പറഞ്ഞിട്ട്. അപ്പം ആളുടെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും സിനിമയിലൊക്കെ, സിനിമ എന്നല്ല നോർമൽ ലൈഫിൽ പറയുവാണെങ്കിൽ നമ്മളെപ്പോഴും പല സിറ്റുവേഷനിലൂടെയാണ് പല ആൾക്കാരും ഓരോ ദിവസം കടന്നു പോകുന്നത്. അപ്പം ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും ആ ആളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിന് കൂടുതൽ പ്രഷർ കൊടുത്ത് അവരെ കൂടുതൽ ദ്രോഹിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭാര്യയുടെ ക്യാരക്ടറാണ്. ആൻഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സമയത്ത് ഞാൻ അതിനൊരു ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നുമുണ്ട്. അതാണ് ആ ഒരു എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതെ, പക്ഷെ ഈ തഗ് എന്നാണല്ലോ മൂവിയുടെ നെയിം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ചാനലാണ്. എങ്ങനെയാണ് ഈ തഗ് എന്നുള്ളൊരു നെയിം വന്നത്? അതെ, തഗ് എന്നുള്ള ആ ഒരു പേരിനെ ഇതുവരെ മലയാളികൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയിലല്ല ഈ പടത്തിന് തഗ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. പൊതുവെ ധ്യാനിന്റെ പടം കണ്ടതുകൊണ്ടും തഗ് എന്നുള്ള പേര് കണ്ടതുകൊണ്ടും ധ്യാൻ ചേട്ടൻ അടിക്കുന്ന തഗ് എന്നുള്ള ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തഗിന് വേറൊരു മീനിങ് ഉണ്ട്. അത് നമ്മളിവിടെ ഉപയോഗിക്കുമ്പം സാധാരണ പഴയ പടങ്ങളിൽ മാമുക്കോയ ചേട്ടനൊക്കെ ഒരു സാധനത്തിന് ഒരു കൗണ്ടർ കൊടുക്കുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു കറുത്ത കണ്ണടിയും സിഗരറ്റും ഒക്കെ വരുന്നത് അതാണല്ലോ തഗ്. പക്ഷെ വാസ്തവത്തിൽ ഇതിന് ഉള്ളൊരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു ക്രൈമിൽ ഏർപ്പെടുന്നതിന് മുൻപ് ആ പുള്ളി എത്രത്തോളം വയലന്റ് ആവുന്നു, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ പറയുന്ന പേരാണ് തഗ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മൊത്തത്തിൽ മലയാളികൾക്ക് അറിയില്ല, പക്ഷെ ഈ പടത്തോട് കൂടിയിട്ട് അറിയും. ഓക്കെ, ഞാൻ തഗ്ഗെന്ന് കണ്ടു, ധ്യാൻ ചേട്ടനെ കണ്ടു, ഒബ്വിയസ്ലി നമ്മളത് കണക്ട് ചെയ്തു. അതെ, തഗ്ഗിന്റെ രാജാവ് എന്നറിയപ്പെടാണല്ലോ. ഇനി കമ്മിങ് ടു സന്ധ്യയുടെ ക്യാരക്ടർ എന്താണ് മൂവിയിൽ? ഈ സിനിമയിൽ ഞാൻ ധ്യാൻ ചേട്ടന്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിന്റെ നെയിം എന്ന് പറയുന്നത് വൃന്ദ എന്നാണ്. ഓക്കെ, ആക്ച്വലി ഇതിനകത്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല ശരിക്കും. സസ്പെൻസ്, അതായത് ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് എല്ലാവർക്കും അവരുടെ ക്യാരക്ടേഴ്സ് അത്ര കൂടുതൽ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ത്രില്ല് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് അതിന്റെ ത്രില്ല് ഉണ്ടാവില്ല. എസ്പെഷ്യലി ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒക്കെ ഒരു പുതുമ കൊണ്ടുവരുമ്പോഴാണ് അതില്, കാരണം ഒരുപാട് മൂവീസ് ഇതേ ഒരു ജേണലിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമാക്കുന്നത് പുതുമയാണ്. അപ്പൊ ഇതിലും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത. ഓക്കെ, അപ്പോൾ വൈഫിന്റെ ക്യാരക്ടറാണ് അല്ലേ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ട്രെയിലറിൽ
പോസ്റ്ററിലൊക്കെ നോക്കുമ്പോൾ വൈഫിൻ്റെ ക്യാരക്ടറായിട്ട് തോന്നി. ബട്ട് ഏതോ ഒരു സീക്വൻസിൽ ധ്യാൻ ചേട്ടൻ്റെ കൂടെ ക്ലെയർ അല്ലേ, ക്ലെയറിനെ ഞാൻ കണ്ടു. അപ്പോൾ ഏതാണ് വൈഫ് റിയലി അല്ലേ? ഞാൻ ഓർത്ത് ഇത് മറ്റതും ശരിക്കും സിസ്റ്റർ ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടാൽ എന്താണെന്നറിയില്ല. അതാണ് ഞാൻ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയാത്തത്. വൈഫ് ഞാനിപ്പോ ചോദിച്ചുകൊണ്ട് ഞാൻ അതിൽ വൈഫാണ്, ഞാൻ ചേട്ടൻ്റെ വൈഫാണ്. പക്ഷെ എനിക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് ശരിക്കും പറയാൻ ഓക്കെ, അധികം റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്ലെയർ ആരാണ്? സിസ്റ്റർ അല്ല, പറയാൻ പറ്റില്ല. സിസ്റ്റർ ആണെന്ന് മനസ്സിലാക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു, പക്ഷെ സിസ്റ്റർ അല്ല. പക്ഷെ നമ്മൾ സസ്പെൻസ് ഒന്നും കളയണ്ട. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം വൈഫ് നമ്മൾക്ക് തോന്നുമല്ലോ, പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തും. പിന്നെ നേരത്തെ സാദിക ചേച്ചി പറഞ്ഞു, നമ്മളൊരു ഫാമിലിയിൽ ഉള്ള സമയത്ത് ഒരാൾ ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, ഒരാളൊരു മെൻ്റൽ ട്രോമയിലൂടെ പോകുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പാർട്ട്നേഴ്സ്, കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അതിൽ ത്രൂ ഔട്ട് അവരുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രഷർ തന്നിട്ട് അവരെ വെറുപ്പിച്ച് കളയാന്നില്ലേ? ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മുടെ പരലോകം? എന്താണ് പേര്? പരലോകം. അതെ, അതാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു തമിഴ് ടച്ചുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. CI പരലോകം വീണ്ടും നമുക്ക് കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ CI പരലോകവും പരലോകത്തിന്റെ വൈഫ് പ്രിയ അല്ലെ, പ്രിയയും നല്ല സിങ്കാണ്. അതാണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. നല്ല സിങ്കാണെന്നുള്ളതാണ് പറയാം. വളരെ കുറച്ച് 2 സീൻസ് ഒക്കെ ഞങ്ങൾക്ക് ഉള്ളൂ. പക്ഷെ അതിൽ തന്നെ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പോകുന്നുണ്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്തൊക്കെയാന്നുള്ളത്. അപ്പം മെയിനായിട്ട് ഇതിൽ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞങ്ങളുടെ ക്യാരക്ടർ മാത്രമല്ല, എല്ലാ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ്, ഇപ്പം സിദ്ദിഖാരൻ്റെ ക്യാരക്ടർ എടുത്താലും നമ്മളിപ്പോൾ ടീച്ചർ കാണുമ്പോൾ നമുക്കറിയാം, അതായത് മകനുമായിട്ടുള്ള ഒരു അച്ഛൻ്റെ അറ്റാച്ച്മെന്റ്, എന്ത് വില കൊടുത്ത് മകനെ രക്ഷപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, മകനുമായിട്ടുള്ള ആളുടെ കണക്ഷൻ. അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ്സും ഓരോ കാര്യങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസും. ഇപ്പൊ നമ്മൾ ക്രൈം സ്റ്റോറി ഒക്കെ കാണുമ്പോൾ എപ്പോഴും 2 പാർട്ട് ഉണ്ടാവും അല്ലേ? ഒരാൾക്കാര് ഈ പ്രതിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും, പ്രതി ആരാന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, അങ്ങനെ പല പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ ആൾക്കാർക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തിട്ടും അതിനെ ഒളിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെയാണല്ലോ ഒരു ക്രൈം ജോണർ എന്ന് പറയുന്നത്. അതിനെല്ലാത്തിനും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ബിന്ദു ചേച്ചിയുണ്ട്, സായി ചേട്ടനുണ്ട്, ശിശിര ഉണ്ട്, ശ്രുതി ഉണ്ട്, ഒത്തിരി ക്യാരക്ടേഴ്സ്, ഏഞ്ചൽ ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സിൽ വന്നു പോകുന്ന എല്ലാ ആൾക്കാർക്കും അവിടെ സ്പേസ് ഉണ്ട്, അവർക്ക് പെർഫോം ചെയ്യാനുണ്ട്. ഈവൻ ഞാനും ദൈവമായിട്ടൊരു സീക്വൻസിൽ നമ്മുടെ ചാനൽസിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആളുടെ പേര് സുധിമോൾ, ആളുടെ ക്യാരക്ടർ ഒരു രക്ഷയില്ലാത്ത വന്ന് കുറച്ച് സമയം ഞങ്ങളുടെ കൂടെയുള്ളൂ, പക്ഷെ ആള് പൊളിച്ചടക്കിയിട്ടുണ്ട്. ആളാണ് ആ സ്പേസ്, ഞങ്ങൾ രണ്ടുപേരും അല്ല, പുള്ളിക്കാരെയാണ് ആ സ്പേസ് എടുക്കുന്നത്. ആക്ടിങ് വൈസ് നോക്കിയാൽ പുള്ളിയുടെ ക്യാരക്ടറാണ് അവിടെ കയറി നിൽക്കുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവൻ സ്പേസ് ആണ്. നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ സിനിമ എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് നമുക്ക് റിയാക്ട് ചെയ്യാനേ ഉള്ളൂ എങ്കിലും അപ്പുറത്തെ ആളുകൾ തന്നാൽ മാത്രമേ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്തരം സാധനങ്ങൾ എല്ലാ ആൾക്കാരും ചെയ്തു പോയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ആ ബാലകൃഷ്ണ നായരുടെ സ്ക്രിപ്റ്റാണ്. കാരണം വരുന്ന ഓരോ ക്യാരക്ടറും അടുത്ത കുറച്ച് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഇന്ന പടത്തിൽ ഇന്റർമേഷൻ ചെയ്ത ആളല്ലേ എന്നുള്ളത് എടുത്ത് പറയും. കാരണം അങ്ങനെയാണ് എല്ലാവരും പ്ലേസ് ചെയ്തിരിക്കുന്നത്, എല്ലാ ആർട്ടിസ്റ്റും. എനിക്ക് ക്ലെയറിലോട്ട് വരികയാണെങ്കിൽ ക്ലെയർ സി ജോൺ, ഞാൻ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുമ്പോൾ പറഞ്ഞു പുള്ളിക്കാരത്തി എനിക്ക് മുന്നേ ലിങ്ക്ഡിനിൽ ഞാൻ കണക്ഷൻ ആയിരുന്നു അല്ലേ, ഫൗണ്ടറാണ് കൈറ്റ്സ്. അത് ശരിക്കും ഞാൻ കേട്ടപ്പോൾ ഞെട്ടി. കാരണം സിനിമ സ്പേസിൽ എനിക്ക് ആരും ലിങ്ക്ഡിൻ കണക്ട്സ് ഉണ്ടാവാറില്ല. മാനേജിംഗ് ഡയറക്ടർ, ഞാനൊരു ഫൗണ്ടർ മെമ്പറാണ് കൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അതൊരു നോൺ പ്രോഫിറ്റ് ആണ്, വോളണ്ടിയറിങ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് എന്താ പറയുക, കേരളത്തിൽ അകത്ത് കൂടുതൽ കേരളം ബേസ്ഡ് ആണ്. അപ്പോൾ വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോലെയാണ്. നമ്മൾ കുറേ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാറുണ്ട്, കൊച്ചിൻ കോർപ്പറേഷൻ്റെ, കേരളം സർക്കാരിൻ്റെ, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോഴെങ്ങനെ ഈ ഫിലിം രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? അത് എൻ്റെ കൂടെ നമ്മൾ 2 പേരുണ്ട് ഫൗണ്ടേഴ്സ് ലൈറ്റ്സിനകത്ത്. അജ്മൽ എന്ന് പറഞ്ഞ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ അജ്മലാണ് കൂടുതൽ എക്സിക്യൂട്ടീവായിട്ട് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറ്. ഞാൻ കുറേ കൂടെ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിലാണ് വർക്ക് ചെയ്യാറ്. അപ്പോൾ ഇത് അങ്ങനെ പോവാറ്. പിന്നെ ഞാൻ ഇതിനു മുൻപ് കൈറ്റ്സ് തുടങ്ങുന്നതിന് മുൻപ് സിനിമയും കാര്യങ്ങളും ഷോർട്ട് ഫിലിംസും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ പെർസ്യൂ ചെയ്തിട്ടില്ല. കുറച്ചും കൂടെ പഠിക്കാനായിട്ടുള്ള ഒരു സ്പേസിലോട്ട് പോയതുകൊണ്ട് അതങ്ങനെ പെർസ്യൂ ചെയ്തില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ഓഡിഷൻസ് ഒക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകണം.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് കുറേ കൂടെ അത് മാനേജബിൾ ആണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അതിലും ധ്യാൻ ചേട്ടൻ തന്നെയാണ്. ധ്യാൻ ചേട്ടൻ ഇതിലും ധ്യാനാണ്. എങ്ങനെയുണ്ടായിരുന്നു ധ്യാൻ ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ധ്യാൻ ചേട്ടൻ അടിപൊളിയാണ്. ബേസിക്കലി ആള് നല്ലൊരു ആക്ടറാണ്. കാരണം നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ. നമ്മൾ പുറത്ത് കാണുമ്പോൾ ആൾ ഇതുപോലെ തഗ്ഗൊക്കെ ആണെങ്കിലും തഗ് റിപ്ലൈസ് ഒക്കെ തരുന്ന നമ്മൾ വളരെ ഫണ്ണി ആയിട്ടുള്ള ആളെപ്പോഴും വളരെ ലൈറ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കാറ്. അങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ട്രോമയിലാക്കുന്ന ഒരു ക്യാരക്ടറും അല്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ഉജ്ജ്വലൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ ഇനീഷ്യലി ഉജ്ജ്വലനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഉജ്ജ്വലൻ ആദ്യം ചെയ്തപ്പോൾ ഉജ്ജ്വലനിൽ ചെയ്യുമ്പോൾ അതിന് മുൻപും ധ്യാൻ ചേട്ടൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു പടം. അപ്പൊ അന്ന് കാണുമ്പോൾ ധ്യാൻ ചേട്ടൻ നീ ഇവിടെയും വന്നോ എന്നാ ചോദിച്ചത്. പക്ഷെ ആ ഫസ്റ്റ് മൂവിയിൽ അങ്ങനെ ആള് ഒരുപാട് കണക്റ്റഡ് ആയിരുന്നില്ല. നമ്മൾ ആ ഫസ്റ്റ് മൂവി ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിച്ച് റാപ്പ് ബിൽഡ് ചെയ്തിട്ടല്ല സെക്കൻഡ് ഉജ്ജ്വലനിൽ വന്നത്. പക്ഷെ ഉജ്ജ്വലനിൽ വന്ന് കണ്ടപ്പോ പഴയ ആത്മസുഹൃത്തിനെ കണ്ടപ്പോൾ ആത്മസുഹൃത്തായിരുന്നു അതോ മറ്റേ ചോദ്യമാണ് പുള്ളി ശരിക്കും പുള്ളി ഇതുപോലെ തന്നെയാണ് ഇന്റർവ്യൂവിൽ നമ്മൾ കാണുന്ന ധ്യാൻ ചേട്ടൻ എന്ന് പറയുന്നത് കൗണ്ടർ തഗ്ഗൊക്കെ ആയിട്ട് അല്ലേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷ തന്നെയായിരിക്കും ചോദിക്കുന്നത്. മൂവി സെറ്റില് നല്ല സീരിയസ് ആയിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ തഗ്ഗായി മാറാറുണ്ട്. പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറിനൊക്കെ ഉള്ളത് അടിച്ചിട്ടാണ് പോവാറ്. തളർത്തുവോ എങ്ങനെയാണ് അടിച്ച് അപ്പുറത്തുള്ള ആളെ തളർത്തല്ല മൊത്തത്തിൽ നമ്മളെ ചിരിക്കും. നമുക്ക് അത് തന്നെ പറഞ്ഞു ഓർത്ത് ചിരിക്കാനുള്ള ഒരു സാധനം ഇട്ടിട്ട് പുള്ളി അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെയാണ്. ഇപ്പൊ പുള്ളിക്കാരനോട് എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സണൽ കാര്യം പറയാണ്, അടുത്ത ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് വന്നിരുന്ന് ആ തഗ്ഗടിക്കില്ല എന്ന് ഉറപ്പായിട്ട് അടിച്ചിരിക്കും. അപ്പം പറയാൻ പ്ലാൻഡ് ആയിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് നിന്നിട്ട് മാത്രം സംസാരിക്കുക. അപ്പൊ ചോദിക്കാം ചുറ്റും പരിസരം കൂടുതലുള്ള ആളുകളൊന്നും നോക്കില്ല. പക്ഷെ അത് നല്ല രസകരമായിട്ടാണ് പുള്ളി അവതരിപ്പിക്കുക. രസകരമായിട്ട് എല്ലാരും എടുക്കും. പക്ഷെ പറഞ്ഞു കഴിയുമ്പം ഔട്ടാകുന്ന ഉറപ്പാണ് അല്ലേ? ഔട്ടാകുന്ന ഉറപ്പാണെന്ന കാര്യം മാത്രം പറയാം. ഞാൻ ഈ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഈ സിനിമയിലാണ് ഞാൻ ധ്യാൻ ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചു പുള്ളി ഇതുപോലെ തന്നെ ആയിരിക്കും, സിനിമ സെറ്റിൽ ഭയങ്കര ഫണ്ണി ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ സംസാരിക്കും, ചിരിക്കും, അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയും. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആൻസർ കിട്ടുന്നത് കുറച്ച് നേരത്തേക്കുള്ളത് കിട്ടും. സത്യത്തിൽ അവൻ ഫണ്ണായിട്ട് സംസാരിക്കുന്നില്ല, അവൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന അവൻ കാര്യം പോലെ പറയുന്നതാണ്. സീരിയസ് ആയിട്ട് നമ്മൾ അല്ലെ ശ്രീനിവാസ് സാറൊക്കെ സംസാരിക്കുന്നതും പറയേണ്ട കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കുന്നത് ഒരു ഫണ്ണി വേയിലാണ്. മൂവിയിലൂടെ ആണെങ്കിലും കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, അതായത് സിദ്ദിഖേട്ടനും ദിലീപേട്ടനും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു കോമഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കോമഡി അവർക്ക് ഭയങ്കര കോമഡി. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അതൊക്കെ ഔട്ടായി അത് അല്ല നോർമലി നമ്മൾ പറയാണ്, ഇപ്പൊ ദിലീപേട്ടനെയൊക്കെ മുന്നിലിരുത്തി പറയാണ് ചേട്ടാ ഇപ്പൊ ഇതൊന്നും വേണ്ട. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കും അല്ലേ? പക്ഷെ ധ്യാൻ ചേട്ടൻ പറയുമ്പോഴും എല്ലാവരും അതിനൊരു ലൈറ്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ധ്യാൻ ചേട്ടനല്ലേ ധ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. നോർമലി നമ്മൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇത് വിവാദമായി, അത് ഇത്രയും ഒരു സീനിയർ ആക്ടറിന്റെ അടുത്ത് പറഞ്ഞു ഇപ്പഴും ഇതൊന്നും വർക്ക്ഔട്ട് ആണ്. ധ്യാൻ ചേട്ടൻ അത് പറയാണ്ട് പോയി. കാരണം ഒരുപാട് സിനിമകൾ ചെയ്തതിന്റെ എക്സ്പീരിയൻസിനും ആയിരിക്കും ആളോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ ആളിടുന്നതും നല്ല കാലിബറുള്ള ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ആ കാലിബറിനുള്ള പെർഫോം ചെയ്യാനുള്ളത് അങ്ങനെ ധ്യാനം വന്നിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഫിലിമില് എക്സാമ്പിൾ ആണ്. ആസ് ഓഫ് ഡെബ്യൂ മൂവി തിരയില് ഉള്ള പെർഫോമൻസ് അത് ചോദിച്ചിട്ടുണ്ടല്ലോ. ഒരു ലേഡി, ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ 2 മൂവിക്ക് ശേഷം എന്ത് പറ്റി ചോദിച്ചു. എനിക്കല്ല പറ്റിയത്, ബാക്കിയുള്ള എന്നെ കാസ്റ്റ് ചെയ്യുന്നവർക്ക്. ഈ മൂവിയില് ഇല്ല എങ്കിൽ കൂടെ ഞാൻ ചോദിക്കുകയാണ്, നമ്മളെ ധ്യാൻ ചേട്ടനെ വേണ്ട പോലെ യൂസ് ചെയ്യാൻ പറ്റും? തീർച്ചയായും അത്യാവശ്യം നല്ല ആ ഒരു ഇതുവരെ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ധ്യാനെ അല്ല തഗ്ഗില് കാണാൻ. അല്ല തഗ്ഗിൽ എന്താണ് ധ്യാൻ ചേട്ടന്റെ ക്യാരക്ടർ? വൈഫാണ് എന്ന് പറഞ്ഞു, ഹസ്ബൻഡ് അതെന്ത് പറയാൻ വരുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ. നല്ല വല്ലാത്തൊരു ഹസ്ബൻഡ് എന്ന് വെച്ചാൽ നല്ല ഹസ്ബൻഡ് ആണ്, ഒരു ജാതി ഹസ്ബൻഡ്, ഒരുമാതിരിപ്പെട്ട അല്ലേ? അങ്ങനെയുള്ള ഹസ്ബൻഡ്സ് ഉണ്ടാകും.
അവർക്കൊക്കെ കിട്ടിക്കോളും അങ്ങനെ. അല്ല, അങ്ങനെയൊക്കെ ഹസ്ബൻഡ് കാണുമല്ലോ. ഒരു 90%. ഇവിടെ ഞാൻ ഒരാളെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നുള്ളൂ, ബാക്കി വേറെ ഞങ്ങൾക്ക് ആളുകളുണ്ട്. അതെ, അപ്പൊ ഇതില് ഹസ്ബൻഡ് ആണ്, ഇത് പുള്ളിക്കാരത്തി ആരാന്ന് അറിയില്ല. അതായത് ഹസ്ബൻഡിന്റെ ആരാ എന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഞാൻ spoiler ആവുന്നത് പറയുന്നില്ല ആരാന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്താന്ന് അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളൊരു കഴിവാണെന്ന് പറയാം. അപ്പോ എന്താണ് ഒരു ആസ് എ ഫിലിമില് ആസ് എ വൈഫ് എങ്ങനെയായിരിക്കണം ഒരു ഹസ്ബൻഡ്? ഹസ്ബൻഡ് എപ്പോഴും ഏതൊരു ഭാര്യയും പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാലോ. ഭാര്യ നന്നായിട്ട് സ്നേഹിക്കണം, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരിക്കണം, അന്യ സ്ത്രീയുമായി ഒരാളായിട്ടല്ല, ഒരുപാട് ആണല്ലോ ശരിക്കും എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഈ ഒരു പർട്ടിക്കുലർ ഹസ്ബൻഡ് നല്ലതാണോ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഈ ഹസ്ബൻഡ് ചീറ്റ് ചെയ്ത എന്തായിരിക്കണം ചെയ്യേണ്ടത്? ഈ മൂവിയിലൂടെ നമ്മൾ ക്ഷമിക്കണം എന്നാണോ പറയുന്നത്? മുന്നോട്ട് പോകണോ, തിരിച്ച് കർമ്മയ്ക്ക് വിട്ടുകൊടുക്കണോ, പണി കൊടുക്കണോ? അതാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കാണാം ജൂൺ 6 ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, അത് നമ്മൾക്കൊരു ശരിക്കും അല്ലേ, ഭാര്യ എങ്ങനെയായിരിക്കണം, സഹിച്ചിരിക്കണോ, പണി കൊടുക്കണോ, കർമ്മയ്ക്ക് എന്തായാലും കർമ്മ കിട്ടും. ഇവന്മാർക്കൊക്കെ കർമ്മ എന്ന് പറയുന്ന സംഭവങ്ങൾ ഇവരെ കാർന്നു തിന്നുവല്ലോ. പക്ഷെ മൂവിയിലൂടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണം അല്ലേ. മൂവി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഡയറക്ടർ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും മൂവി എന്ന് പറയുന്നത് വെറുതെ കണ്ടിരിക്കാനല്ല, ഒരു മെസ്സേജ് ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നതാണല്ലോ. അപ്പോഴൊരു റോങ് മെസ്സേജ് ആവരുത്. ചിലപ്പം ചില മൂവീസ് കണ്ടിട്ട് ചില ആൾക്കാർ, ഞാൻ മൂവീസിന് എടുത്തു പറയുന്നില്ല, അല്ലെങ്കിൽ സീരിയൽ ഇത് കണ്ട് ഇതുപോലെ സഹിച്ചിരിക്കേണ്ടതാണ് അല്ലെ, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അല്ല. സീരിയലൊക്കെ ക്യാരക്ടർ സഹിച്ച് മാക്സിമം ഇരിക്കണോ? അയ്യോ, സീരിയലിന് കുറ്റം പറയല്ല, അത്യാവശ്യമാണ്. പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ളത് സീരിയലുകളാണ്. സപ്പോർട്ടീവ് ആണ്, പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് ക്ഷമാശീലം ഉള്ള, ഇത് കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ മുന്നിലിരിക്കുന്നത് ക്ഷമാശീലം ഉള്ളവരായിരിക്കും. ഭൂമിയോളം താഴണം, ചവിട്ടി താഴ്ത്തിയാലും താഴെ പറയുന്നത് മാത്രമേ. പക്ഷെ ഒരിക്കലും അങ്ങനെ സ്ത്രീകൾ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തിനാ അങ്ങനെ ഒരാൾക്ക് കാലില് നമ്മൾ സഹിക്കേണ്ട ആവശ്യമൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്കും നമ്മുടെ സീരിയലിൽ വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആവശ്യമില്ല എന്നുള്ളതിനെക്കാട്ടും സഹിക്കാൻ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, അറിയില്ലല്ലോ. ഇപ്പം ഇതിലും 2 ഹസ്ബൻഡ്സ് ഉണ്ട്. ചേട്ടൻ വളരെ നല്ലൊരു ഹസ്ബൻഡും അത്യാവശ്യം കുഴപ്പം പിടിച്ച ഹസ്ബൻഡായിട്ട് ധ്യാൻ ചേട്ടനും ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ആൾക്കാരെ പറയുന്നുണ്ട്. നമ്മൾക്ക് ഈ മനുഷ്യന്മാരെ മാത്രം മനസ്സിലാവില്ല അല്ലേ. സൈക്കോളജി പഠിച്ച ആളല്ലേ സാധിക ചേച്ചി? 2 പേരും ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ബാക്കി ഏത് മനുഷ്യരെയും മനുഷ്യരല്ല ആൾക്കാരെ മനസ്സിലാക്കാം. പക്ഷെ മനുഷ്യന്മാരെ ഓരോ കേസസും ഡിഫറെന്റ് ആന്ന് പറയുന്ന പോലെ നമ്മുടെ മുന്നിലെത്തുന്ന ആൾക്കാരെന്താ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് കിട്ടുന്നുള്ളതാണ്. അല്ല, കൊടുത്താലും കിട്ടാതിരിക്കും, പറയാൻ പറ്റില്ല. അപ്പുറത്താളുടെ മനസ്സിലെന്താന്ന് അറിയില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരില്ലേ. പിന്നെ സാധിക ചേച്ചിനെ കാണുമ്പോൾ തന്നെ പട്ടുസാരി സീരിയൽ ഓർമ്മ. ഇനി സീരിയലിൽ നിന്ന് നല്ലൊരു ഓഫർ കിട്ടുകയാണ് തിരിച്ച് സീരിയലിലോട്ട്. മെയിൻ ലീഡ് ഞാനിപ്പോ അങ്ങനെ വിളിക്കാറുണ്ട് സീരിയൽ. അല്ല, മെയിൻ ലീഡ് വരുവാണ് നല്ലൊരു ക്യാരക്ടർ അത്ര നല്ല എന്തെങ്കിലും വരുവാണെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. മെയിനായിട്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ സീരിയൽസ് അധികം നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒരു പരിപാടി നടക്കൂല. ഇടയ്ക്ക് ഗ്യാപ്പ് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ എറണാകുളത്താണ് ഞാൻ സെറ്റിലായിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ഭയങ്കര ഒരു 5-6 മണിക്കൂറിന് വ്യത്യാസമുള്ളത് കൊണ്ട് ട്രാവലൊക്കെ നല്ല പണിയായിരിക്കും. ഇടയിലൊരു ദിവസം കിട്ടിയപ്പോൾ നമുക്ക് ഇവിടെ വന്നൊന്ന് പോകാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ സമയത്ത് തീരും. സിനിമ എന്ന് വെച്ചാൽ ഇപ്പോൾ 3 ദിവസം ഡേറ്റ് കൊടുത്താൽ ചിലപ്പോൾ 4 ദിവസം 5 ദിവസം ആയാലും ആ ഡേറ്റുകൾ തീർന്നു കിട്ടും, കഴിഞ്ഞു. പക്ഷെ മറ്റേന്ന് വെച്ചാൽ 15 ദിവസം ചോദിച്ചാൽ ചിലപ്പോൾ 25 ദിവസമാവും. പിന്നെ പട്ടുസാരിയൊക്കെ ഞാൻ ചെയ്ത സമയത്ത് എന്റെ എക്സാം മാറ്റി വെച്ചു, എല്ലാം ഞാൻ ഒഴിവാക്കേണ്ടി വന്നു. ഞാൻ സൈക്കോളജിയുടെ ഫൈനൽ സെമിസ്റ്റർ എക്സാം ഞാൻ എഴുതിയില്ല. എന്നോട് പറഞ്ഞ എക്സാം ഒക്കെ വരുമ്പോ എപ്പിസോഡ് പോകണം അന്നത് വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെയാണ് ആ സെമിസ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളും എല്ലാം മാറ്റി വെക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഒന്നും നടക്കില്ല, നമുക്ക് ജീവിതം ഇല്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് സാലറി പോലെ എല്ലാ മാസവും നമുക്ക് കറക്റ്റ് പേയ്മെന്റ് കിട്ടും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫിലിമിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ എങ്ങനെയാ, ഹൗ ഡിഫിക്കൽട്ട്? ഡിപ്പെൻസ് ആക്ച്വലി. കാരണം അത് ഇപ്പം ഞാനിപ്പോൾ എത്രയോ എനിക്കൊന്ന് മോൺസ്റ്ററിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ്. ഇപ്പം 916 കുഞ്ഞുട്ടിനുണ്ടായിരുന്നു, പിന്നെ ഇപ്പം തഗ്ഗും. ഇത് രണ്ടുമാണ് എനിക്ക് ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ടു ബാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ വേറൊരു കാര്യം, കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സാധനം സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ വളരെ ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം ഞാനിത് കഴിയുന്നു പോകുന്നു എന്നല്ലാതെ ഞാൻ വിളിച്ച് ചോദിക്കുന്ന കാര്യം. ചൂസ് ചെയ്യാൻ പറ്റാറുണ്ടോ? ലൈക്ക്
എനിക്കിനി വന്നാലേ അതാണ് അത്. അല്ല അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ എന്റെ മുമ്പിൽ എന്തെങ്കിലും വേണ്ടേ? അതെ, ഇപ്പൊ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് ഒന്നുമില്ലാതെ അതോട് വരുന്ന എന്ത് കാര്യമാണെങ്കിൽ പോന്നോട്ടെ ഞാൻ എടുക്കുന്നു എന്ന്. അതല്ലേ പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് വരുന്ന ക്യാരക്ടർ മാക്സിമം നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും കിട്ടുമല്ലോ. പറയാൻ പറ്റില്ല. കാരണം ഫിലിം ഓടണ്ടെന്ന്. അതായത് ഇപ്പൊ ഇതിലിപ്പോ ക്യാരക്ടർ കാണുന്ന ആൾക്കാരല്ലേ, കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. കണ്ട ആൾക്കാരെ അത് കാണുന്നുള്ളൂ, വേറെ ആൾക്കാർക്ക് അറിയുന്നില്ല. ഇപ്പം സിനിമയിൽ തന്നെയുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ പോലും എല്ലാ സിനിമയും കാണുന്ന ആളല്ല. അപ്പം ചില കുട്ടികളെ എനിക്ക് പോലും അറിയില്ല. കാരണം സിനിമ ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പൊ സന്ധ്യനെയാണെങ്കിൽ നമ്മളിപ്പോ ഞങ്ങൾ സിനിമയിൽ പോലും ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ല. അപ്പൊ ഞങ്ങൾ നേരിട്ട് കാണുന്ന ഇപ്പോഴാ. അപ്പൊ എനിക്കൊരു സിനിമ ഇറങ്ങുമ്പോഴാണ് ഞാൻ ഇവരെ, പിന്നെ നമുക്ക് സിനിമ കാണുന്ന ക്യാരക്ടർ കാണുന്ന പോലെ എല്ലാവരും നേരിട്ട് കാണാൻ. ശരിക്കും ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കണം, നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ. എങ്ങനെയാണ് ഈ ഫിലിമിലോട്ട് ഇനീഷ്യലി എത്തിപ്പെടുന്നത്, ഈ ഇൻഡസ്ട്രിയിലോട്ട്? ഞാനിപ്പോ ഒരു 6 വർഷം കഴിഞ്ഞു ഇതിലേക്ക് എത്തിച്ചേർന്നിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഒന്ന് അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്തു തുടങ്ങിയത്. അതുവരെ നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഓരോ തവണ. ഇപ്പൊ എന്റെ അടുത്ത ഫ്രണ്ട്, ഫാമിലി ഫ്രണ്ട് ഒരാൾ സിനിമ ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല. കാസ്റ്റിംഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഫാമിലി ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞു. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോ ഫോട്ടോ, പൂജയുടെ ഫോട്ടോ, ഞാൻ ഇതെന്തിങ്ങനെ അപ്പൊ ഞാൻ തുടങ്ങി, ഞാൻ മറന്നുപോയി പറയുവാണ്. റിലേറ്റീവ് അല്ല, ഫാമിലി ഫ്രണ്ട്. ഫാമിലി എന്നാലും ഫാമിലി വന്നല്ലോ. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ നമ്മുടെ കാര്യം നമ്മൾ തന്നെ ഓർക്കണം. പ്രൊഡ്യൂസർ ആവുന്ന ഞാൻ വിചാരിച്ചു. ഒരു ആ ഫീൽഡ് ഇഷ്ടമില്ലാത്ത ഒരാൾ ഇതിനകത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവര് മാത്രമല്ല, ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നെ ഓർമ്മിപ്പിക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും നമ്മൾ അങ്ങനെയാ. ഞാൻ കുറെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചില ആളുകൾ ഈ കമ്മ്യൂണിക്കേഷന് പ്രശ്നമാട്ടോ. ചില ആളുകൾ നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ടൈം വരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, നമ്മളിങ്ങനെ ഓരോ ആൾക്കാരെ പോയി, ഡയറക്ടർമാരെ അവിടെ പോയി നമുക്ക് കയറി അപ്രോച്ച് ചെയ്യരുത്, അവരിങ്ങനെ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു 4 വർഷം ഞാൻ ഇങ്ങനെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ റിയാലിറ്റി എന്താന്നുള്ളത് മനസ്സിലാക്കി ഞാൻ തന്നെ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അത് എൻ്റെ പാഷനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ തന്നെ പോയി ചോദിക്കണം, വാങ്ങിക്കണം. എന്നെ വീട്ടിൽ കൊണ്ടുവന്ന ആരും തരത്തില്ല, അതാ സന്ധ്യ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, മോൾ അഭിനയിച്ചോട്ടോ, കാശൊക്കെ ഇത്ര കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ദിവസം ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ അങ്ങോട്ട് കയറി, സാർ എനിക്ക് വേണം, സാർ എനിക്ക് ആ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ സിനിമ തുടങ്ങുന്നുണ്ട്, എനിക്ക് വേണം എന്ന് ഞാൻ ചോദിച്ചു വാങ്ങിക്കണം, അല്ലേ? നമ്മൾക്ക് വേണ്ട നമ്മൾ വാങ്ങിച്ചു. പക്ഷെ പൊതുവെ എല്ലാവരും പറയും, നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അത് നമ്മുടെ ആവശ്യമായി മാറുന്നു. അപ്പോഴാണ് അല്ലേ അങ്ങനെ ഒരു ടോക്ക്. അല്ലെങ്കിലും എല്ലാവരും പറയുന്ന പോലെ സിനിമയ്ക്ക് നമ്മളെയൊന്നും ആവശ്യമില്ല, നമുക്ക് ആക്ടിങ് താല്പര്യമുണ്ട്, അങ്ങോട്ട് കയറി ചെല്ലരുത്. അപ്പൊ അവരുടെ ആവശ്യമല്ല, അവരെ ഇങ്ങോട്ടേക്ക് അവരുടെ മൂവിന് വേണ്ടി നമ്മളെ കാസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത്രയ്ക്കും വലിയ സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ഒരാളില്ലെങ്കിൽ അവർക്ക് 10,000. അതെ, എത്രയോ ആൾക്കാരല്ലേ എപ്പോഴും നമ്മളെ പുഷ് ചെയ്തോണ്ടിരിക്കണം, എപ്പോഴും നമ്മൾ തന്നെ സെല് ചെയ്തോണ്ടിരിക്കണം. സോ അതിനകത്ത് അതെ, ഈ മീഡിയയിൽ ഏതില് കയറണമെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെല്ലരുത്, ഇങ്ങോട്ട് വരുന്ന എനിക്ക് കറക്റ്റ് മനസ്സിലാകണില്ല. എങ്ങനെ അങ്ങോട്ട് ചെല്ലാതെ ഇങ്ങോട്ട് വരാൻ, അതിന് മാത്രം സംഭവമാണ്. ടൈം ഉണ്ടായിരുന്നു ഒരു സമയത്ത് അത് ഓക്കെയാണ്. കാരണം അന്നെന്ന് വെച്ചാൽ സിനിമ അത്ര ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി കാണുന്ന സിനിമയിൽ എത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന കാലഘട്ടം അതുണ്ടായിരുന്നു. ആ സമയം നമുക്ക് ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ല. എനിക്കിപ്പോൾ ഒരു സാധനം വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സാധനം പോസ്റ്റ് ചെയ്ത് എനിക്ക് ഇന്ന കഴിവുണ്ടെന്ന് ആളുകളിലേക്ക് അറിയിക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനും എനിക്കത് ഫോണിൽ അയക്കാം. ഒരു ഫോണിൻ്റെ ആവശ്യമേ ഉള്ളൂ. പണ്ട് അതല്ല. പണ്ട് പോയി എവിടെയെങ്കിലും ഓഡീഷൻ ഉണ്ടോ നോക്കി ഇവിടുന്ന് പോസ്റ്റല് ഫോട്ടോ അയച്ച്, അതായത് എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് ഫോട്ടോ ഒരു ക്യാമ്പസ് ഇതിലാണ് വരുന്നത്. അത് മനോരമയുടെ ഉള്ളിലൊരു ക്യാമ്പസ് മോഡൽ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് എൻ്റെ ഒരു പിക്ചർ വരുന്നത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് കവർ ഫോട്ടോ ആവാന്ന് വെച്ചാൽ വലിയ ആഗ്രഹമാണ്. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് മനോരമയിലുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് പിന്നെ അങ്ങനെ, അപ്പോൾ മനോരമയ്ക്ക് അന്ന് ഞാൻ ഫേമസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ക്യാമ്പസ് മോഡൽ കൊടുക്കാൻ കവർ പറ്റില്ല. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഫ്രണ്ട് മഹിളാ ചന്ദ്രികയുണ്ട്, അവിടെ വിളിച്ച് പുള്ളി എൻ്റെ ഫോട്ടോ കവർ കൊടുത്തു. എൻ്റെ ഫോട്ടോ കവർ ഫോട്ടോ. നമുക്ക് വേറൊരു സംഭവം കൂടി ഇല്ലേ, വനിതയിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്തത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. അത് ഏതെങ്കിലും നാനാ സിനിമാ വാരികകൾ അന്ന് കുറേ ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. സിനിമയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിലെവിടെയെങ്കിലും ഒക്കെ ഒരു സ്പേസ് കണ്ടാൽ സിനിമാ വാരികകൾ അന്ന് എല്ലാ ഡയറക്ടേഴ്സും നോക്കുമായിരുന്നു. അപ്പൊ അതിലൊരു ഫോട്ടോ കാണുമ്പോൾ ഓക്കെ, ഇന്ന ആളെ നമുക്ക് വിളിച്ച് നോക്കാം, അങ്ങനെ ഒരാളുണ്ടല്ലോ. ഇങ്ങനെയാണ് പണ്ട് വർക്ക് ചെയ്തത്. പണ്ടത്തെ കാലത്ത് ഇറ്റ്സ് ഫൈൻ. കാലം മാറി.
മഞ്ജുചേച്ചി പറഞ്ഞ എന്റെ ഒരു മുഖചിത്രം കണ്ടിട്ടാണ് രണ്ടാമത്തെ സീരിയൽ നായികയായിട്ട് വിളിച്ചത്. മഞ്ജുചേച്ചിന് അതെ, അതുപോലെ തന്നെ നയൻതാരേനെ വിളിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഒരു കോളേജ് ഒരു ഇത് പ്രോഗ്രാം കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാ ആൾക്കാരും വിളിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ? അത് വേണം. അത് വിളിക്കില്ലെന്നാണ് സാധിക ചേച്ചി പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമുക്ക് സ്പേസ് കുറവ്, അതായത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻ ടച്ചിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്രയും ആൾക്കാർ ഒരുപാട് കാലമായിട്ട് ഈ ഫീൽഡിലാണ്. ക്ലെയർ എങ്ങനെയാണ് എത്തിയത്? ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 2018 ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ ആൽബം ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് ആ ഒരു സമയം എങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്ന പറയുമ്പോൾ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അതുകൊണ്ട് എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോയി. അപ്പം പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല. അതിങ്ങനെ ഭയങ്കര നമ്മൾ ക്വാറന്റൈൻ ആവണ ഒരു സിറ്റുവേഷൻ. കോവിഡ് ഒക്കെ ക്വാറന്റൈൻ ആയ സമയത്ത് ഞങ്ങൾക്കൊന്നും തോന്നിയിരുന്നില്ല. സോ അപ്പം ആ സമയത്ത് അങ്ങനെ ഒന്നും തന്നെ സിനിമ വരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സ്പേസിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്താണ് ഞാൻ ഇതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്. അപ്പൊ എനിക്കിത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സന്ധ്യ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തിയേറ്ററും നാടകങ്ങളും അങ്ങനെ തന്നെ നാടകം പഠിപ്പിച്ചിട്ടുള്ള മാഷന്മാരൊക്കെ അവര് ത്രൂ ആണ് നമ്മൾ ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പം അങ്ങനെ ആക്ടിങ്ങിനെ കുറിച്ച് ഒരു പാഷൻ നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടും അല്ല ഞാൻ അഭിനയം ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എനിക്കിപ്പോ തോന്നി എന്തുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ ചെയ്യാത്തത്, എന്തുകൊണ്ട് എൻ്റെ ആ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ സൈലന്റ് ആക്കി വെച്ച് എപ്പോഴും ഇങ്ങനെ ഒരു സീരിയസ് ഫേസ് മോഡിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അത് വേണ്ട, എനിക്ക് ഇതും വേണം, അല്ലെങ്കിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് ഒരുപാട് ജോഷ്, ഒരുപാട് എനർജി കിട്ടുന്ന ഒരു സ്പേസ് ആണ്. ഇപ്പം സാധിക ചേച്ചി പറയുമ്പോൾ നമ്മൾ സിനിമയ്ക്കകത്ത് വരുമ്പോൾ 2-3 ദിവസം കുറച്ച് ആളുകളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഇസ് ഡിഫറെന്റ് ഫ്രം നമ്മൾ ബാക്കി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഡിഫറെന്റ് ആണ്. അപ്പോഴാണ് ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2022 ഒരു സെപ്റ്റംബർ ഒക്ടോബർ തൊട്ടാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഫ്രം സ്ക്രാച്ച് തുടങ്ങി. അപ്പൊ ചെയ്തതിനൊന്നും ഇപ്പൊ ബന്ധമില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം എന്നുള്ള സിറ്റുവേഷൻ. അത് ഒരു വലിയ കാര്യം. എവിടെ എന്ത് ബ്രേക്ക് എടുത്താലും ആര് ബ്രേക്ക് എടുത്താലും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. എന്തായാലും ഈ മൂവി എല്ലാവർക്കും ഒരു നല്ല കൂടുതൽ മൂവീസ്, ഇതിന് ശേഷം കൂടുതൽ മൂവീസ് കിട്ടട്ടെ, മൂവി നല്ല രീതിയിൽ ക്ലിക്ക് ആകട്ടെ. എന്തായാലും ഇതിന്റെ സസ്പെൻസ് ഒക്കെ മൂവി റിലീസ് ആകുന്നതോടുകൂടെ എന്തായാലും ഞാൻ മനസ്സിൽ കുറച്ച് സ്റ്റോറീസ് എന്റെ മൈൻഡിലുണ്ട്. ഇതൊക്കെ തന്നെയാണോ എന്ന് മൂവി കണ്ടതിന് ശേഷം പറയാം. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും കാണുക, തഗ് വിജയിപ്പിക്കുക. ജൂൺ 6 നിങ്ങളിലേക്ക് എത്താണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക് യു.